കനത്ത ചൂടിൽ ചുട്ടുപൊള്ളി കേരളം. സംസ്ഥാനത്തെ കനത്ത ചൂടിന് ഇന്നും ശമനമില്ല. പാലക്കാട് ജില്ലയിൽ നാളെ വരെ ഓറഞ്ച് അലർട്ട് തുടരും. അതേസമയം ആശ്വാസമായി ഇന്നും നാളെയും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി വിവിധ ജില്ലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ആദ്യം തിരുവനന്തപുരത്ത് നിന്നും നൃപനിലേക്കാണ് പോകുന്നത്. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പൊക്കെ പ്രകാരമാണെന്ന് ചോദിച്ചറിയാം. നൃപൻ, ഗുഡ് മോർണിംഗ്. നൃപൻ, എങ്ങനെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പൊക്കെ? ഇന്നും വരും ദിവസങ്ങളിലുമൊക്കെ തന്നെ ചൂട് തുടരാൻ തന്നെയാണോ സാധ്യത? കീർത്തി, അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കനത്ത ചൂട് ഇന്നും തുടരുന്നുണ്ട്. കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ അവസാനത്തെ മുന്നറിയിപ്പ് പറയുന്നത് 5 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നു എന്നതാണ്. പാലക്കാട് ജില്ലയാണ് അത് ശക്തമായ ചൂട് തുടരുന്നത്. നാളെ വരെ ഓറഞ്ച് അലർട്ട് ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. ഒപ്പം തന്നെ തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലും താപനില ഉയരാനുള്ള സാധ്യതയാണ്. ഇത് താപനില ഉയരുന്നതനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ നിലനിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്ന വിവരം. സാധാരണയേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഇനിയും ഉയരുമെന്ന മുന്നറിയിപ്പാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചില ജില്ലകളിൽ മഴ പെയ്തിരുന്നു. നേരിയ ആശ്വാസമായി തിരുവനന്തപുരവും, കൊല്ലവും, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് മഴ കഴിഞ്ഞ ദിവസം വേനൽ മഴ പെയ്തത്. അത് ഇന്നും നാളെയും തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചൂടിൽ നേരിയ ശമനത്തിന് സാധ്യതയുണ്ട്. അല്ല എങ്കിൽ വീണ്ടും ചൂട് കൂടാനാണ് സാധ്യത. പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ താപനില 4.4 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അത് 5-ന് മുകളിലേക്ക് വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതാണ് ശക്തമായ ചൂടിന് കാരണമായി പറയുന്നത്. ഈ ചൂട് സാധാരണ ചൂട് ആരംഭിക്കുന്നത് മാർച്ച് അവസാനത്തോടുകൂടി ഏപ്രിൽ വരെ നല്ല ശക്തമായ ചൂടുണ്ടാവും. ഇപ്രാവശ്യം ഫെബ്രുവരി മാസം തന്നെ ചൂട് പകുതിയോടുകൂടി ശക്തമായ ചൂട് ഉണ്ടായി. കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ അടക്കം വരുന്ന വിദഗ്ധരുടെ മുന്നറിയിപ്പുണ്ടായിരുന്നു സാധാരണ ഉള്ളതിനേക്കാൾ ചൂട് ഇത്തവണ കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന്. പക്ഷേ ഇത്രയേറെ ചൂടിലേക്ക് വരുമെന്ന് ആരും കരുതിയിരുന്നില്ല. നേരത്തെ നമുക്ക് മഴയുടെ മുന്നറിയിപ്പുകളായിരുന്നു, അലർട്ടുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഉഷ്ണതരംഗത്തിൻ്റെ കനത്ത ചൂടിൻ്റെയും അലർട്ടിലേക്ക് കേരളം മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കാലാവസ്ഥാ വിദഗ്ധരും ഇത് വളരെ സശ്രദ്ധ വീക്ഷിക്കുന്നുണ്ട്. ചൂട് കാരണമുള്ള അപകടങ്ങളും മരണങ്ങളും ഉണ്ടാകുന്നു. നിർജ്ജലീകരണം കാരണം മനുഷ്യർ, പ്രായമായൊരു കുട്ടികളൊക്കെ തന്നെ വലിയ തരത്തിലുള്ള രോഗങ്ങളിലേക്കൊക്കെ പോകുന്ന അവസ്ഥയുണ്ട്. അത്യാഹിതം സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം തന്നെ തൊഴിൽ മന്ത്രി ഈ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ തൊഴിലാളികൾക്ക് അവധി കൊടുക്കണം, ഈ സമയത്ത് തൊഴിൽ ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം കർശനമായി തൊഴിലുവകുപ്പ് മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ തൊഴിൽ കേന്ദ്രങ്ങളിലും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ വേണമെന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടരുന്നുണ്ട്. പരമാവധി വെള്ളം കുടിക്കുക, പുറത്തിറങ്ങുമ്പോൾ കുട എല്ലാവരും ഉപയോഗിക്കുക, യാത്ര ചെയ്യുന്നവരെല്ലാം വെള്ളം കൈവശം സൂക്ഷിക്കുക, വഴിയാത്രക്കാരടക്കം കൈവശം വെള്ളം, കുപ്പിവെള്ളം സൂക്ഷിക്കണം. ഈ അസ്വസ്ഥത പെട്ടെന്ന് നിർജ്ജലീകരണം കാരണം തല ചുറ്റി വീഴുക, പെട്ടെന്ന് മറ്റ് അത്യാഹിതങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ബ്ലഡ് പ്രഷറൊക്കെ പെട്ടെന്ന് കുറയുകയും മറ്റ് ഈ പ്രമേഹം പോലെയുള്ള രോഗം, അധിക രക്തസമ്മർദ്ദമുള്ള രോഗികൾക്കൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുമുണ്ട്. ഇത് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ ഫെബ്രുവരിയിൽ തന്നെ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ ചെറിയ മുന്നറിയിപ്പുണ്ടായിരുന്നു. അതായത് ഈ പ്രതിഭാസത്തിൻ്റെ പറയുന്നത് എൽ നിനോ എന്ന പ്രതിഭാസമാണ്. അതായത് പസഫിക് സമുദ്ര ഉപരിതലം അധികമായി ചൂട് പിടിക്കുന്നതും ആ ചൂട് കരയിലേക്ക് വ്യാപിക്കുന്നതുമാണ് ഈ ശക്തമായ ഉഷ്ണതരംഗത്തിന് കാരണമായി പറയുന്നത്. ഇത് ഒരു കാലാവസ്ഥാ മാറ്റത്തിൻ്റെ സൂചനയായി കാണുന്നുണ്ട്. വരും വർഷങ്ങളിൽ ഇതിൻ്റെ കാഠിന്യം കൂടും എന്നുള്ള ആശങ്കയും രേഖപ്പെടുത്തുന്നുണ്ട്. സാധാരണ ഇന്നത്തെ ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പിൽ കേരളത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ വയനാട്, ഇടുക്കി ജില്ലകളിൽ ഒഴികെ മറ്റെല്ലാ ജില്ലകൾക്കും 12 ജില്ലകൾക്കും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. കാരണം മരങ്ങൾ കൂടുതലുള്ള, കാടുകൾ കൂടുതലുള്ള 2 ജില്ലകൾക്കാണ് വലിയ പ്രശ്നം ഉണ്ടാകാത്തത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സമുദ്ര ഉപരിതലത്തിൽ ശക്തമായ ചൂടുണ്ടാകുന്നു. ആ ചൂട് കരയിലേക്ക് എൽ നിനോ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി വ്യാപിക്കുന്നു. ആ ചൂട് ശക്തമായി നിലനിൽക്കുകയും ചെയ്യുന്നു. അതാണ് അതിൻ്റെ ചൂടിൽ ശമനം വരുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നമുക്ക് മുന്നറിയിപ്പായി പറയുമ്പോൾ 5 ജില്ലകളിൽ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് തുടരുന്നുണ്ട്. അത്
5 ഡിഗ്രി സെൽഷ്യസിലേക്ക് താപനില വീണ്ടും ഉയരുമെന്നതാണ്. അതുകൊണ്ട് തൊഴിലാളികൾ ഇക്കാര്യത്തിൽ വിശ്രമം വേണം. 11 മുതൽ 3 മണി വരെ ആരും തൊഴിലിടങ്ങളിൽ പണിയെടുക്കരുതെന്ന നിർദ്ദേശവും മുന്നോട്ട് വച്ചിട്ടുണ്ട്. സർക്കാരാണ് ഈ നിർദ്ദേശം പുതിയ ഉത്തരവായി, പുതിയ കർശനമായ നിർദ്ദേശമായി പാലിക്കണം എന്ന കാര്യം തൊഴിലുടമകൾക്ക് നൽകിയിട്ടുള്ളത്. കീർത്തി. നിർഭൻ, തലസ്ഥാനത്തെ സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒറ്റപ്പെട്ട മഴ പെയ്തിരുന്നു, അത് നേരിയ തോതിലെങ്കിലും ആശ്വാസമായല്ലേ? തീർച്ചയായും കീർത്തിക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ ദിവസത്തെ അത്രയും വലിയ ചൂട് ഇന്ന് നമ്മുടെ നഗരപ്രദേശങ്ങളിലടക്കം ഇന്ന് രാവിലത്തെ ചൂട് അല്പം കുറവാണ്. കാരണം ഇന്നലെ മഴ പെയ്ത പ്രദേശങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകൾക്കാണ് നേരിയ ആശ്വാസം. അത് എല്ലാ പ്രദേശത്തും ഒരുപോലെ നീണ്ടു നിൽക്കുന്ന മഴയില്ലായിരുന്നു. ഇന്നലെ വൈകിട്ട് മൂടിക്കെട്ടിയ കാലാവസ്ഥയായിരുന്നു. അതിനുശേഷം കുറച്ചു നേരം, ഒരു അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചെറിയ ചാറ്റൽ മഴയ്ക്ക് തുല്യമായ മഴയാണ് പെയ്തത്. അത് നെയ്യാറ്റിൻകര, പാറശാല, കാട്ടാക്കട തുടങ്ങിയ പ്രദേശങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ നേരിയ മഴ ലഭിച്ചിട്ടുണ്ട്. അത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ കഴിഞ്ഞ 2-3 ദിവസം ചില പ്രദേശങ്ങളിൽ, നഗരപ്രദേശങ്ങൾ ഒഴിച്ച് ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ ലഭിച്ചിരുന്നു. അത് ചൂട് കുറയാനുള്ള കാരണമാകുന്നില്ല. വീണ്ടും ശക്തമായ ഹ്യൂമിഡിറ്റിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇന്ന് നേരിയ ആശ്വാസമുണ്ട്. കാരണം ഈ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ പ്രവചനത്തിൽ പറയുന്നത് ഈ പ്രദേശങ്ങളിൽ ഇന്നും നാളെയും നേരിയ തോതിൽ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. അങ്ങനെ മഴ ലഭിച്ചാൽ ഈ ഉഷ്ണതരംഗത്തിൻ്റെ സാധ്യത കുറയാനുള്ള സാധ്യതയുണ്ട്. നീണ്ടു നിൽക്കാനുള്ള സാധ്യത വിരളമാണ്. അതുകൊണ്ട് വേനൽ മഴ നമുക്ക് ശക്തമായി ലഭിക്കുകയാണെങ്കിൽ ഇതിന് നേരിയ ആശ്വാസം ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പറയുന്നത്. കീർത്തി. ശരി, നിർഭനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.